വേഗം വന്നിട്ടാ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ വേഗം വന്നോ കാതങ്ങ് വേഗം വാടോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനത് ചോദിച്ചോട്ടെ? ചോദിക്കാം. വന്ന് കേറി ഞാൻ കണ്ടപ്പോഴേ ഈ ബാഗ് കൂടെ ഉണ്ടായിരുന്നു. ഈ ബാഗിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ബാഗ് വാങ്ങിച്ചു ലാസ്റ്റ് മമ്മിയുടെ തെറി കിട്ടി മടുത്തപ്പോഴാണ് നിർത്തിയത്. വേറൊരു ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ള കളക്ഷൻ ആയിട്ടുണ്ടാവും. അത്രയുണ്ട്. വേറൊരു ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ള കളക്ഷൻ ആയിട്ടുണ്ടാവും. അത്രയുണ്ട്. എന്തൊരു തള്ളാണോ? ബാഗ് മൊത്തം മൊബൈലാണോ? അല്ല, വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫോൺസ് വേണം. വെള്ളവും ഭക്ഷണവും ഇല്ലെങ്കിൽ ഫോൺ വേണം. ഇവളാള് കൊള്ളാമല്ലോ. അപ്പം എനിക്ക് 2 ഫോൺസ് ഉണ്ട്. 2 ഫോണുണ്ട്. ഷംനയ്ക്ക് 2 ഫോൺ. Chess number 1 in the mono act kalaki. Chess number 2 on stage. എനിക്ക് തോന്നുന്നു ഞാൻ വളരെയധികം സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണെന്ന്. എന്താ പറയുക, സുന്ദരി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു സുന്ദരിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും, നല്ല മുടി, നല്ല നിറം, നല്ല ആകാരവടിവ്, നല്ല ചിരി, നല്ല കണ്ണ്. എന്താ പറയാ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഭയങ്കര കെയർ, നല്ല ഫ്രണ്ട്ലി ആണ്. തന്നെ ആരും കുറ്റം പറയില്ല, മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർവെയർ ഇടാറുണ്ട്. അണ്ടർവെയർ മാത്രല്ല, ഒരു പെണ്ണായതുകൊണ്ട് വേറെ കാര്യങ്ങളും ഇടാറുണ്ട്. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ മാക്സിമം പോയാൽ എനിക്കൊരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടോട്ടലി മീഡിയ ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അന്ന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇരുന്നവരൊക്കെ ഇപ്പോൾ വലിയ വലിയ നിലയിൽ, അതായത് ഡയറക്ടേഴ്സും സിഇഒയും പിന്നെ ചിലരൊക്കെ ചാനൽ ഓൾറെഡി മേടിച്ചു, അങ്ങനത്തെ ബന്ധങ്ങൾ വരെ ഉള്ളവരാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ. അതാണ് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഭയങ്കരം തന്നെ. തൊട്ടടുത്ത് ഒരു വീട്ടില് ഒരു പുലിക്കുട്ടിയുണ്ട്, പോമറേനിയൻ. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ പോയി അതിൻ്റെ അടുത്ത് സംസാരിക്കും, കളിക്കും ഒക്കെ ചെയ്യായിരുന്നു. അതിന്റെ വാല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതിന്റെ വാല്. ഞാൻ ഹായ് എന്നുള്ള ബുസ്സെന്നിരിക്കുമല്ലോ, ഹായ് എന്ന് പറഞ്ഞ ഒറ്റ വലി. എൻ്റെ അമ്മ അത് തിരിഞ്ഞു നോക്കിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ബൗ 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 എന്നൊരു 4 കൊര എന്നെ ഓടിച്ചിട്ടിട്ട്, എൻ്റെ പൊന്നുമാതാവേ, എന്നെ എവിടെയൊക്കെ ഓടിച്ചിട്ടൊന്നും എനിക്ക് തന്നെ അറിയില്ല. ആ ഒരു ഏരിയ മൊത്തം കിടന്ന് ഞാൻ ഓടിയിട്ടുണ്ടാവും. ഓടി എന്നിട്ട് എന്നെ കടിച്ചിട്ട് ആ പട്ടി വിട്ടിട്ടുള്ളൂ. ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ, അത് ഷോസ് കഴിയുമ്പോൾ തിരിച്ചു വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ബുക്ക് തുറന്നു വെച്ച് വണ്ടിയിലിരുന്ന് ടോർച്ച് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ ഡാഡി എന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കാർവ് ചെയ്തെടുത്തതാ. അതായത് 1 വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ആരോഗ്യം വെക്കണം 1 വയസ്സിൽ. ഐ സ്റ്റിൽ റിമെമ്പർ മേക്കിംഗ് മി റൺ. ഐ യൂസ്ഡ് ടു ബി ലൈക്ക്, എനിക്ക് ഡാഡിയുടെ അത്ര എത്താൻ പറ്റുന്നില്ല ഓടിയിട്ട്. സോ ദാറ്റ്സ് ആ തോട്ട് അല്ലേ. ആൻഡ് ദെൻ 1.5 വയസ്സായപ്പോൾ എടുത്ത് റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു. സോ ബൈ 2 years എനിക്ക് നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയാം. അത് എവിടെ, മൂവാറ്റുപുഴ ആരക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നല്ല ഒഴുക്കുള്ള വെള്ളത്തില്. പിന്നെ ഇവിടെ കടയിരിപ്പിൽ ജീവിച്ചിരുന്ന സമയത്ത് ഡാഡിയൊക്കെ നിലയില്ലാത്ത നല്ല ഒഴുക്കുള്ള വെള്ളത്തില് മോളിന്ന് ഡൈവ് ചെയ്യിപ്പിക്കും. അപ്പോ നാട്ടുകാരൊക്കെ വന്നിട്ട് ഇയാൾക്ക് പ്രാന്താന്നൊക്കെ പറഞ്ഞിട്ട്